ഹരേ കൃഷ്ണ. ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ് ഭക്തി. നമ്മുടെ കർത്തവ്യങ്ങൾ വിട്ടോടുന്നതല്ല ഭക്തി. മുന്നിൽ നിൽക്കുന്നവരോട് സ്നേഹത്തോടെ സാന്ത്വനമേകാതെ ഓടുന്നത് ഭക്തിയാകില്ല. രാധയുടെ കഥ ഇതിന് ഉദാഹരണമാണ്. ഒരു ദിവസം കൃഷ്ണൻ ഒരു ഗോപാലൻ്റെ വേഷം കെട്ടി തോർത്തുമുണ്ടുടുത്ത് ഭസ്മക്കുറിയിട്ട് വൃന്ദാവനത്തിലേക്ക് ഓടാൻ തുടങ്ങി. ഓരോ ഗോപികമാരുടെയും അടുത്തു ചെന്ന് ഇങ്ങനെ പറഞ്ഞു: ഗോപികമാരെ, നിങ്ങളെ കൃഷ്ണൻ വിളിക്കുന്നു. ആദ്യം ചെല്ലുന്നത് ആരാണോ അവരുമായിട്ടേ നൃത്തം ചെയ്യൂ. എവിടെയാണ് കൃഷ്ണൻ എന്ന് ഗോപികകൾ ചോദിച്ചില്ല. ഗോപാലൻ പറഞ്ഞതുമില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി ഗോപികമാർ യമുനയെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. ഭർത്താവിന് ചോറ് വിളമ്പിക്കൊണ്ടിരുന്ന ഗോപിക തവിയോടുകൂടി ഓടി. മുറ്റം തൂത്തുകൊണ്ടിരുന്നവൾ ചൂലും പിടിച്ചുകൊണ്ട് ഓടി. നെല്ല് കുത്തിക്കൊണ്ടിരുന്ന ഗോപിക ഓടുമ്പോഴും കയ്യിൽ ഒലക്കയുണ്ട്. ഒരു കണ്ണ് എഴുതിക്കഴിഞ്ഞ ഗോപിക അങ്ങനെ ഓടി. അങ്ങനെ ഓരോരുത്തരും കേട്ട മാത്രയിൽ ഓടുകയാണ്. ഗോപാലവേഷം കെട്ടിയ കൃഷ്ണൻ ചിരിച്ച് ചിരിച്ചു പോവുകയും ചെയ്തു. രാധയുടെ കുടിലിൽ ചെന്ന് രാധയോടും ഇത് തന്നെ പറഞ്ഞു. അപ്പോൾ രാധ പറഞ്ഞു: നീ ഓടി ഓടി വളരെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, അകത്ത് കയറിയിരിക്കൂ. ഇല്ല, എളുപ്പം പോകണം. ആദ്യം ചെല്ലുന്നവരുമായിട്ടാണ് കൃഷ്ണൻ നൃത്തം ചെയ്യുന്നത്. ഇല്ലില്ല, നീ ഓടി തളർന്നു വന്നതല്ലേ, അല്പം പാൽ കുടിച്ചിട്ട് പോകൂ. ഇത് കേട്ട് കൃഷ്ണൻ ഞൊണ്ടി ഞൊണ്ടി വരാന്തയിലേക്ക് കയറി. എന്താണ് നീ ഞൊണ്ടുന്നത്? രാധ ചോദിച്ചു. ഓടിയപ്പോൾ കാലിലൊരു മുള്ളു കൊണ്ടതാണ്. നീ കയറിയിരിക്കൂ, ഞാൻ മുള്ളെടുത്ത് തരാം. വേണ്ട, മുള്ളെടുത്തുകൊണ്ടിരുന്നാൽ കൃഷ്ണനുമായി നൃത്തം ചെയ്യാൻ പറ്റില്ല. വേഗം പോണം, ഭഗവാൻ രാധയോട് പറഞ്ഞു. ഇതിന് രാധ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: നിന്റെ കാലിലെ മുള്ളെടുക്കാതെ ഞാൻ പോയാൽ ഭഗവാനുമായി നൃത്തം ചെയ്യുമ്പോഴും ഈ മുള്ളായിരിക്കും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു കയറുന്നത്. ഭഗവാനോടൊത്ത് നൃത്തം ചെയ്യാൻ പറ്റിയില്ല എന്നും വരാം. പക്ഷേ എനിക്കത് ദൂരെ നിന്നെങ്കിലും കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അതുകൊണ്ട് നീ കയറിയിരിക്കൂ. ഇത് പറഞ്ഞ് ഭഗവാന്റെ കാലെടുത്ത് തൻ്റെ മടിയിൽ വെച്ച് രാധ മുള്ളെടുക്കാൻ തുടങ്ങി. രാധ മുള്ളെടുക്കാൻ തുനിഞ്ഞപ്പോൾ ഗോപാലവേഷം കെട്ടിയ ഭഗവാൻ കൃഷ്ണൻ ഒളിപ്പിച്ചു വെച്ച ഓടക്കുഴൽ ചുണ്ടോട് ചേർത്തു. അവിടെ പരന്നൊഴുകിയ നാദാമൃതം കേട്ട് രാധയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകിയ കണ്ണുനീർ ഭഗവാന്റെ പാദത്തിൽ വീണു. പിന്നീട് ഭഗവാൻ നൃത്തം വച്ചത് രാധയോടൊപ്പമായിരുന്നു. ഇതാണ് പറഞ്ഞത്: കർത്തവ്യങ്ങൾ വിട്ടോടുന്ന ഭക്തിയല്ല നമുക്ക് വേണ്ടത്. വേദനിക്കുന്നവർക്ക് സാന്ത്വനമേകാതെ ഓടുന്നത് ഭക്തിയല്ല എന്ന്. മറ്റുള്ളവരോട് കരുണ കാണിച്ചിട്ട് വേണം പ്രാർത്ഥനകളിൽ മുഴുകാൻ. സഹജീവികളോട്, ജീവജാലങ്ങളോട് കരുണ കാണിച്ചതിന് ശേഷം ഭക്തിയിൽ മുഴുകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതാവും യഥാർത്ഥ ഭക്തി. ഭഗവാനെ, ഭക്തവത്സല, ഹരേ കൃഷ്ണ, രക്ഷിക്കണേ. നന്ദി.